ഇനി പ്രവാസ ലോകത്തേക്ക് പോകാം. ഒമാനിൽ 40-ലധികം തൊഴിൽ മേഖലകളിൽ ഇനി മുതൽ പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമായിരിക്കും. തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് നിലവിൽ വന്നു. നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും പുതുതായി നിയമിതരാകുന്നവർക്കും ജോലി തുടരാനോ പുതിയ വർക്ക് പെർമിറ്റ് നേടാനോ ഇനി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. തൊഴിലാളികളുടെ വൈദഗ്ധ്യവും തൊഴിൽ മൂല്യവും ഉറപ്പാക്കുക, സേവന നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ഊർജ്ജവും ധാതുമേഖലയുമായി ബന്ധപ്പെട്ട ജോലിക്കാർക്ക് സെക്ടർ സ്കിൽ യൂണിറ്റിൽ നിന്നായിരിക്കും ലൈസൻസ് നേടേണ്ടത്. ലോജിസ്റ്റിക് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതായിരിക്കും. അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ഓഡിറ്റിംഗ് മേഖലയിലെ ജീവനക്കാർക്ക് ഒമാനി അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സുമായി ചേർന്നാണ് ലൈസൻസ് നടത്തുന്നത്. റെഫ്രിജറേറ്റഡ് ട്രക്കുകളും വാട്ടർ ടാങ്കുകളും ട്രെയിലറുകളും മാലിന്യ ഗതാഗത ട്രക്കുകളും ഓടിക്കുന്ന ഡ്രൈവർമാർക്കും ഈ നിയമം ബാധകമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യുഎഇയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 5400-ലേറെ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയമാണ് പരിശോധന നടത്തി നടപടിയെടുത്തത്. 2.85 ലക്ഷം ഇടങ്ങളിലായാണ് പരിശോധനകൾ നടന്നത്. തൊഴിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 2.85 ലക്ഷം പരിശോധനകൾ നടത്തിയതിൽ നിന്നാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. ഇതിൽ 405 കമ്പനികൾ സ്വദേശീവൽക്കരണ നിയമം ലംഘിച്ചു. നിയമം ലംഘിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജ സ്വദേശീവൽക്കരണം, ശമ്പളം നൽകാതിരിക്കൽ, വേതനം വൈകിപ്പിക്കൽ, ലൈസൻസിൽ പരാമർശിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തുക, അംഗീകൃത തൊഴിൽ കരാറില്ലാത്ത തൊഴിലാളികളെ നിയമിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തിയ കമ്പനികൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. വേതന സുരക്ഷാ പദ്ധതി ഡിജിറ്റലായി നിരീക്ഷിച്ചും കുറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നിരീക്ഷണവും മിന്നൽ പരിശോധനയും തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫീസ് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. നിയമലംഘനത്തിന്റെ തോത് അനുസരിച്ചായിരിക്കും പിഴ നിശ്ചയിക്കുക. കൂടാതെ കമ്പനികൾക്ക് ഉപരോധവും ഏർപ്പെടുത്തും. കമ്പനികൾക്ക് പുതിയ വിസ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നിർത്തിവെക്കും. താഴ്ന്ന ഗ്രേഡിലേക്ക് തരം താഴ്ത്തുകയും ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ഉച്ചജോലിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. കടുത്ത വേനൽ ചൂട് കണക്കിലെടുത്ത് ഉച്ചസമയത്തെ ജോലിക്ക് 3 മാസത്തെ നിരോധനം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. കുവൈത്തിൽ ജൂൺ മുതൽ പ്രാബല്യത്തിൽ വന്ന ഉച്ചസമയത്തെ പുറത്തുള്ള ജോലി നിരോധനം ഔദ്യോഗികമായി അവസാനിച്ചു. കടുത്ത വേനൽക്കാല ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ജോലി സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമാണ് 3 മാസത്തെ നിരോധനം നടപ്പിലാക്കിയതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ സ്ഥിരീകരിച്ചു. തൊഴിലുടമകളിലും തൊഴിലാളികളിലും അവബോധം വളർത്തുന്നതിനായി ഒരു മാധ്യമ ക്യാമ്പയിനൊപ്പം എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനാ സംഘങ്ങൾ പതിവായി ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തിയതായി PAM ഡയറക്ടർ ജനറൽ അറിയിച്ചു. ഇക്കാലയളവിൽ 63 നിയമലംഘന സൈറ്റുകളും വിലക്ക് ലംഘിച്ച 68 തൊഴിലാളികളും അധികൃതർ രേഖപ്പെടുത്തിയപ്പോൾ ഹോട്ട്ലൈൻ സേവനത്തിലൂടെ 37 പൊതു റിപ്പോർട്ടുകൾ ലഭിച്ചു. അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പദ്ധതി സമയപരിധി ലംഘിക്കാതെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാണ് ഈ തീരുമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് PAM ഡയറക്ടർ ജനറൽ അറിയിച്ചു. നിയമങ്ങൾ പാലിച്ച തൊഴിലുടമകളുടെയും ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കാൻ സഹായിച്ച പൊതുജനങ്ങളുടെയും സഹകരണത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.